മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, ബിമയാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബേ, എന്ത് കാരണം കൊണ്ടാണ് നബിയേ സ്വർഗത്തിൽ പടക്കപ്പെട്ട പെണ്ണിനേക്കാൾ ദുനിയാവിലെ പെണ്ണിനും മഹത്വം കിട്ടാനുള്ള കാരണം എന്താണ് നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സ്വലാത്തുഹുന്ന വസിയാമിഹുന്ന. സ്വർഗത്തിലെ പെണ്ണ ആർക്കാ നബിയെ മഹത്വം? അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി, നിസാഉദ് ദുനിയ അഫ്ളലു മിനൽ ഹൂരിൽ ഐൻ. സ്വർഗത്തിലെ പെണ്ണിനേക്കാൾ എത്രയോ മഹത്വമുള്ളവളാ ദുനിയാവിലെ പെണ്ണ്. സ്വർഗത്തിലെ പെണ്ണിനേക്കാൾ മഹത്വമുള്ളവളാണ് ചുറ്റുമൂലയിലെ പെണ്ണ്. സ്വർഗത്തിലെ പെണ്ണിനേക്കാളും മഹത്വമുള്ളവളാണ് കരുനാഗപ്പള്ളിയിലെ പെണ്ണ്. എന്റെയും നിങ്ങളുടെയും വീട്ടിലിരിക്കുന്ന പെണ്ണ് സ്വർഗത്തിലെ പെണ്ണുങ്ങളെക്കാൾ മഹത്വമുള്ളവളെന്ന് മുത്തുളി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് റസൂലുള്ള വർണ്ണിക്കുക അവളുടെ മുഖം, അവളുടെ ശരീരം, അവളുടെ വസ്ത്രം, അവളുടെ ആഭരണം, അവളുടെ സ്വഭാവം, അവളുടെ മഹത്വം, അവളുടെ മഹിമകൾ എല്ലാം കഴിഞ്ഞപ്പോ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ചോദിച്ചു, അതെന്താ നബിയെ അങ്ങനെ? അതെന്താ നബിയെ അങ്ങനെ? ഞങ്ങൾക്ക് ഇത്രയും സ്ഥാനം കിട്ടാൻ കാരണം എന്താ? റസൂലുള്ള പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്ന ഇബാദത്ത് കൊണ്ടാ, വേറൊന്നും കൊണ്ടല്ല, കുടുംബ മഹിമ കൊണ്ടല്ല, പണം കൊണ്ടല്ല, മറ്റൊന്നും കൊണ്ടല്ല. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പഠിപ്പിക്കുകയാ, ദുനിയാവിലെ പെണ്ണുങ്ങൾ സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ സ്വർഗത്തിലെ പെണ്ണുങ്ങളുമായി വാഗ്വാദം നടത്തുമത്രേ. സ്വർഗത്തിലെ പെണ്ണുങ്ങളും ദുനിയാവിലെ പെണ്ണുങ്ങളും തമ്മിൽ വാഗ്വാദം നടത്തുമത്രേ. സ്വർഗത്തിലെ പെണ്ണുങ്ങളെ വിളിച്ചു പറയുന്നു, വനഹുനു റാദിയാ ഫലാ നസ്ഖതു അബദാ വനഹുനു നഈമാ ഫലാ നബ്അസു അഹ്വദാ ونحن المقيمات فلا نلعن أبدا ونحن الخالدات فلا نموت أبدا ونحن خيرات حسان ونحن حبيبات لأزواج الكرام. സ്വർഗത്തിലെ പെണ്ണുങ്ങള് ദുനിയാവിലെ പെണ്ണുങ്ങളുടെ മുന്നിൽ ഇങ്ങനെ വലിയ ആവേശം പറയുകയാണ്, ഈ ദുനിയാവിൽ നിന്ന് വന്ന പെണ്ണുങ്ങളെ വനഹ്നു റാദിയാൻ ഫലാ നസ്ഖതു അബദാ. ഏ പെണ്ണുങ്ങളെ, ഞങ്ങൾ തൃപ്തിയടഞ്ഞ സ്ത്രീകളാണ്, ഒരിക്കലും ഞങ്ങൾ ആരോടും കോപിക്കില്ല. പെണ്ണുങ്ങളെ, ദുനിയാവിൽ വെച്ച് നിങ്ങളെ ഭർത്താക്കന്മാരോട് കോപിച്ചവരല്ലേ? ദുനിയാവിൽ വെച്ച് നിങ്ങൾ കുടുംബക്കാരോട് വഴക്കടിച്ചവരല്ലേ? നിങ്ങൾക്ക് വികാര വിചാരങ്ങൾ ഉള്ളവരല്ലേ? നിങ്ങൾ ഒരുപാട് സ്വഭാവ വീക്ഷണങ്ങളും ഒരുപാട് വീഴ്ചകളും സംഭവിച്ചു പോയവരല്ലേ? നിങ്ങൾക്ക് ഒരുപാട് ദൗർബല്യതകളുള്ളവരല്ലേ? എന്നാൽ സ്വർഗത്തിൽ തന്നെ പടക്കപ്പെട്ട ഞങ്ങളാകുന്ന ഹൗറുലീങ്ങളായ പെണ്ണുങ്ങളുണ്ടല്ലോ, ഇല്ല പെണ്ണുങ്ങളെ, ഞങ്ങൾ ഒരിക്കലും ആരോടും ഇന്നുവരെയും കോപിച്ചിട്ടുള്ളവരല്ല. വീണ്ടും ആ സ്വർഗത്തിലെ പെണ്ണുങ്ങൾ വിളിച്ചു പറയുകയാ, ദുനിയാവിലെ പെണ്ണിനോട് സ്വർഗത്തിലെ പെണ്ണ് വിളിച്ചു പറയുകയാണ്, ഏ ദുനിയാവിലെ പെണ്ണുങ്ങളെ, സ്വർഗത്തിലെ പെണ്ണുങ്ങളാകുന്ന ഞങ്ങളുണ്ടല്ലോ, ഞങ്ങളെ പടച്ച തമ്പുരാൻ പരിപൂർണമായി നേരായ മാർഗത്തിൽ പടച്ചവരാ. ഞങ്ങൾ നിങ്ങളെ പോലെ വളവുകളുള്ളവരല്ല, ഞങ്ങൾ നിങ്ങളെ പോലെ കുഴപ്പങ്ങളുള്ളവരല്ല. വീണ്ടും അവരെ വിളിച്ചു പറയുകയാണ്, ഞങ്ങളുണ്ടല്ലോ പരിപൂർണ അനുഗ്രഹത്തിന് പാത്രീഭൂതരായവരാ. ഞങ്ങൾ ഒരിക്കലും യാതൊരുവിധ കുഴപ്പങ്ങളും ഉള്ളവരല്ല. ഞങ്ങളുടെ അനുഗ്രഹങ്ങൾ തീർന്നു പോകുന്നതല്ല പെണ്ണുങ്ങള്. എന്നാൽ ദുനിയാവിൽ നിന്ന് വന്ന പെണ്ണുങ്ങള്, നിങ്ങളുടെ യുവത്വകാലം കഴിഞ്ഞു പോയാൽ, നിങ്ങൾ
വാർദ്ധക്യത്തിലേക്ക് കഴിഞ്ഞു പോയാൽ നിങ്ങളുടെ സൗന്ദര്യം കൊഴിഞ്ഞു പോകുന്നില്ലേ? നിങ്ങളുടെ ആരോഗ്യം കൊഴിഞ്ഞു പോകുന്നില്ലേ? നിങ്ങളുടെ യൗവനത്തിന്റെ തുടുതുടുപ്പ് പോയില്ലേ? നിങ്ങളുടെ ശരീരത്തിന്റെ ചുറുചുറുക്ക് പോയില്ലേ? എന്നാൽ സ്വർഗത്തിൽ തന്നെ പടക്കപ്പെട്ട സ്വർഗത്തിലെ ഹൗറിലകളായ ഞങ്ങളുടെ സൗന്ദര്യത്തിന് നാശമില്ല. ഞങ്ങളെല്ലാം ഇപ്പോഴും സൗന്ദര്യമുള്ളവർ തന്നെയാ. വീണ്ടും അവർ വിളിച്ചു പറയുന്നു വനഹുൽ ഖാലിദാ ഫലാ നമൂതു അബദാ. ദുനിയാവിലെ പെണ്ണുങ്ങളെ, ഞങ്ങള് കാലാകാലം ജീവിച്ചിരിക്കുന്ന പെണ്ണുങ്ങളാ. പടക്കപ്പെട്ട് കഴിഞ്ഞാലും മരണമില്ലാത്തവരാണ് ഞങ്ങൾ. നിങ്ങൾ മരിച്ചവരാണ്, നിങ്ങൾ മയ്യിത്തായവരാണ്, നിങ്ങൾ മണ്ണോട് മണ്ണായി അടക്കപ്പെട്ടവരാണ്, മണ്ണ് തിന്നവരാണ്, പുഴുക്കൾ തിന്നവരാണ് നിങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ദുനിയാവിലെ പെണ്ണിനോട് വഴക്കടിക്കുമ്പോൾ മഹദിയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഈ സന്ദർഭത്തിൽ ദുനിയാവിലെ പെണ്ണിന്റെ മറുപടി, ഈ സമയത്ത് ദുനിയാവിലെ പെണ്ണിന്റെ മറുപടി വരികയാണ്, സ്വർഗത്തിലെ ഹൂറികളെ, നിങ്ങൾ പറഞ്ഞതൊക്കെയും ശരി തന്നെയാ. പക്ഷേ നിങ്ങളൊന്ന് ചിന്തിക്കണേ, വനഹുലുൽ മുസല്ലിയാ, ഞങ്ങൾ നിസ്കരിച്ചവരായിരുന്നു ഭൂമിയിൽ. വനഹുലുൽ മുസല്ലിയാ ഫമാ സല്ലൈതുന്നാ വനഹുലു സായിമാ فما صمتنا ونحن المتوضئات وما تولأتنا ونحن المتصدقات فما تصدقتنا. സ്വർഗത്തിൽ തന്നെ പടക്കപ്പെട്ട ഹൂറികളെ, എന്നാൽ നിങ്ങൾ അറിഞ്ഞുകൊള്ളണേ, ഞങ്ങൾ ദുനിയാവിൽ നിന്ന് വന്ന പെണ്ണുങ്ങൾ ഞങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ കൃത്യമായി നിസ്കരിച്ചവരാ. വികാര വിചാരങ്ങൾ പടച്ചവൻ ഞങ്ങൾക്ക് തന്നിട്ട്, കുടുംബത്തിന്റെ ജോലികളും പ്രാരാബ്ദങ്ങളും തന്നിട്ട്, ഞങ്ങളുടെ ആവശ്യങ്ങളും തന്നിട്ട്, അതൊക്കെയും ഞങ്ങൾ ജീവിതത്തിന്റെ ഭാഗമായി കൊണ്ട് നടക്കുമ്പോഴും സ്വർഗത്തിലെ ഹൂറികളെ, ഞങ്ങൾ ദുനിയാവിൽ വെച്ച് അല്ലാഹുവിന്റെ മുമ്പിൽ 5 നേരം കൃത്യമായി നിസ്കരിച്ചവരാ. പക്ഷേ ഇന്ന് വരെ നിങ്ങൾക്ക് നിസ്കരിക്കാൻ പറ്റിയിട്ടുണ്ടോ? പടച്ച തമ്പുരാന്റെ മുമ്പിൽ, റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിൽ ഇന്ന് വരെ നിങ്ങൾക്കൊന്ന് നിസ്കരിക്കാൻ പറ്റിയിട്ടുണ്ടോ പെണ്ണുങ്ങളെ? സ്വർഗത്തിലെ ഹൂറികളെ, ഞങ്ങൾ ദുനിയാവിൽ വെച്ചുകൊണ്ട് നോമ്പ് പിടിച്ചവരായിരുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ പൊരുത്തത്തിന് വേണ്ടി പകലന്തിയോളം 12-15 മണിക്കൂറോളം വിശപ്പും ദാഹവും അടക്കി പിടിച്ചന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് നോമ്പ് പിടിച്ചവരാ ഞങ്ങളാകുന്ന പെണ്ണുങ്ങൾ. എന്നാൽ സ്വർഗത്തിലെ പെണ്ണുങ്ങള് ഇന്ന് വരെ ഒരു നോമ്പ് പിടിക്കാൻ നിനക്ക് പറ്റിയിട്ടുണ്ടോ? അല്ലാഹുവിന് വേണ്ടി വിശപ്പ് സഹിക്കാൻ, അല്ലാഹുവിന് വേണ്ടി ദാഹം സഹിക്കാൻ സ്വർഗത്തിലെ പെണ്ണെ നിനക്ക് പറ്റിയിട്ടുണ്ടോ? വീണ്ടും വിളിച്ചു പറയുന്നു, വനഹുൽ മുതവല്ലിആൻ വമാ തവല്ലഅതുന്നാ. സ്വർഗത്തിലെ ഹൂറികളെ, ഞങ്ങൾ ദുനിയാവിൽ ചങ്ങസ്നാനം വരുത്തിയവരാ. റബ്ബിന്റെ പൊരുത്തത്തെ കരുതി വന്നു ചെയ്തുകൊണ്ട് ശുദ്ധിയായി ജീവിച്ചവർ ഞങ്ങൾ. എന്നാൽ സ്വർഗത്തിലെ ഹൂറികളെ, ഇന്ന് വരെ നിങ്ങൾക്ക് വുളൂ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇന്ന് വരെ നിങ്ങൾക്ക് വുളൂ ചെയ്യാൻ സാധ്യമായിട്ടുണ്ടോ? വീണ്ടും വിളിച്ചു പറയുന്നു, വനഹുൽ മുതസദ്ദിഖാൻ, ഞങ്ങൾ സ്വതക്ക ചെയ്തവരാ, അല്ലാഹുവിന് വേണ്ടി സമ്പത്ത് കൊടുത്തവരാ. ഞങ്ങളുടെ ആഭരണങ്ങൾ, അലങ്കാരത്തിന്റെ ഭാഗമായ ആഭരണങ്ങൾ ദീനിന്റെ സദസ്സിലൂടെ കൊടുത്തുകൊണ്ട് സ്വതക്ക ചെയ്തവരാണ് ഞങ്ങൾ. എന്നാൽ സ്വർഗത്തിലെ പെണ്ണുങ്ങളെ, നിങ്ങൾക്ക് ഇന്ന് വരെ സ്വതക്ക ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? അങ്ങനെ സ്വർഗത്തിലെ പെണ്ണുങ്ങളെ തോൽപ്പിച്ചു കളയും ദുനിയാവിലെ പെണ്ണുങ്ങളെന്ന് മഹദിയായ സയ്യിദ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. സ്വർഗത്തിലെ പെണ്ണുങ്ങളെ പോലും തോൽപ്പിക്കും. ആര്? ദുനിയാവിലെ പെണ്ണുങ്ങൾ. റസൂലുള്ള പറഞ്ഞു, സ്വർഗത്തിലെ പെണ്ണുങ്ങളെക്കാൾ 70 ഇരട്ടി സൗന്ദര്യമുള്ളവളായിരിക്കും ദുനിയാവിലെ പെണ്ണ്. നമ്മുടെ ഇന്നത്തെ ഭാര്യമാരായിരിക്കില്ല നാളെ. സൗന്ദര്യം കൂടും, ആരോഗ്യം കൂടും. പ്രായമൊക്കെ 33 വയസ്സ് കിളവിമാരെ ഒന്നും സ്വർഗത്തിലെടുക്കൂല.
റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് ഒരു വയസ്സായ ഉമ്മ വന്നു. എന്നിട്ട് ഇങ്ങനെ സ്വർഗത്തെ പറ്റി ചോദിച്ചു, നബി എനിക്ക് സ്വർഗമുണ്ടോ? കിളവിമാരൊന്നും സ്വർഗത്തെ എടുക്കില്ല എന്ന് പറഞ്ഞു. ആകെ വിഷമമായി കരഞ്ഞു പിഴിഞ്ഞിറങ്ങിപ്പോയി. റസൂലുള്ളാഹി പറഞ്ഞു, ആ ഉമ്മായി ഇനി വിളിച്ചോണ്ടിരാൻ പറഞ്ഞു. പറഞ്ഞു, ഉമ്മ കിളവിമാരൊന്നും സ്വർഗത്തിൽ പോകില്ല എന്ന് പറഞ്ഞ എന്താണെന്നറിയോ? സ്വർഗത്തിൽ എല്ലാവർക്കും 33 വയസ്സാ. അവിടെ കിളവിയും കിളവനും ഉണ്ടാവില്ല. നല്ല ജവാന്മാരായിരിക്കും അവിടെ. നല്ല ജവാന്മാരും ജവാത്തികളും സ്വർഗത്തിലെ 33 വയസ്സ്. സ്വർഗത്തിലെ ഹൂർലിങ്ങളൊക്കെ നമ്മുടെ പെണ്ണുങ്ങളുടെ തോഴിമാര് ഖാദിമീങ്ങളാ. നമ്മുടെ പെണ്ണുങ്ങളുടെ ഖാദിമീങ്ങളാണ് സ്വർഗത്തിലെ ഹൂർലിങ്ങൾ. നമ്മുടെ പെണ്ണുങ്ങളാണ് അവിടുത്തെ റാണിമാർ, സ്വർഗത്തിലെ റാണിമാർ. ദുനിയാവിലെ പെണ്ണെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ട് ഈ സ്ഥാനം കിട്ടി? എന്തുകൊണ്ട് ഈ മഹത്വം കിട്ടി? നിസ്കരിക്കുന്നുണ്ട്, സ്വതക്ക ചെയ്യുന്നത് കൊണ്ട്, ശുദ്ധിയായി ജീവിക്കുന്നത് കൊണ്ട്, നോമ്പ് പിടിക്കുന്നത് കൊണ്ട്, തഖ്വയോടുകൂടി ജീവിക്കുന്നത് കൊണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സ്വർഗത്തിലെ പെണ്ണിനേക്കാൾ ദുനിയാവിലെ പെണ്ണിനെ, ഇവിടെ ഇരിക്കുന്ന പെണ്ണിന്, ഈ വഅദ് കേൾക്കുന്ന ഓരോ ഉമ്മമാർക്കും പെണ്ണന്മാർക്കും പടച്ച തമ്പുരാൻ സ്ഥാനവും മഹത്വവും കൊടുക്കുമെങ്കിൽ ആ സ്ഥാനവും മഹത്വവും ഒക്കെ അവരുടെ ഇബാദത്തുകളുടെ പേരിൽ, അവരുടെ ഇബാദത്തുകളുടെ പേരിൽ. ഇത് ചെയ്യാൻ തയ്യാറുണ്ടോ? അതാ നമ്മുടെ വിഷയം. ഈ ഇബാദത്ത് ചെയ്യാൻ തയ്യാറുണ്ടോ? അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കാൻ തയ്യാറുണ്ടോ? അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കാൻ തയ്യാറുണ്ടോ? സന്ധ്യാസമയം ടിവിയുടെ മുമ്പിൽ പോയിരുന്നിട്ട് സ്വർഗം കിട്ടണോന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? റിയാലിറ്റി ഷോയുടെ മുമ്പിൽ പോയിരുന്നിട്ട് സ്വർഗം കിട്ടണോന്ന് പറഞ്ഞാൽ കാര്യമുണ്ടോ? എല്ലാവർക്കും സ്വർഗം വേണം. വാളിന്റെ സദസ്സിൽ വരുന്നു, സ്വർണ്ണം ഉരുത്തരുന്നു, സ്വർണം തരാം, പകരം സ്വർഗം തരണം. അതാണ് ഇപ്പൊ ആവശ്യം. ഞങ്ങൾ സ്വർണം തരാം, പകരം ഞങ്ങൾക്ക് സ്വർഗം കിട്ടണം. എന്റെ സഹോദരിമാരെ, സ്വർഗത്തിന് വേണ്ടി ആഗ്രഹമുണ്ട്, സ്വർഗത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ ആ സ്വർഗം കിട്ടാനുള്ള അമലുകൾ ചെയ്യുന്നുണ്ടോ? ടിവിയുടെ മുമ്പിൽ പോയിരുന്ന സ്വർഗം കിട്ടുവോ? ആ സ്വർഗത്തിലേക്കുള്ള പാതയിലൂടെ കടക്കാൻ സാധിച്ചിട്ടുണ്ടോ? സ്വർഗത്തിന്റെ റാണിമാരായി മാറണമെങ്കിൽ ആ സ്വർഗത്തിലേക്ക് പോകുന്നവരുടെ പാതയിലൂടെ പോകണം. ഇന്ന് സിനിമ, ഇന്ന് സീരിയല്, ഇന്ന് റിയാലിറ്റി ഷോകള്, സ്ത്രീകളെല്ലാം അതിന്റെ മുമ്പിൽ പോയി വിഡ്ഢികളെ പോലെ ഇരിക്കുക. സന്ധ്യാസമയാവുമ്പോ വീട്ടിലിങ്ങനെ ടിവി തുറക്കുന്നു, ടിവിയിലൂടെ ഇങ്ങനെ സ്വീകരണ മുറിയിലേക്ക് സിനിമയും സീരിയലും വരുന്നു. അതെല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നിട്ട് നമ്മുടെ പെങ്ങളിങ്ങനെ കരയാ. സഹോദരിമാര് കരയുകയാ. സ്വർഗം കിട്ടാൻ വേണ്ടിയുള്ള കരച്ചിലല്ല, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള കരച്ചിലല്ല. പിന്നെയോ സീരിയല് കണ്ടിട്ടുള്ള കരച്ചിൽ. വെറും വിഡ്ഢികളെ പോലെ, വെറും വിഡ്ഢികളെ പോലെ. ആർക്കാണ്? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര് തിരിച്ചറിയണം. വിഡ്ഢിപ്പെട്ടികൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാലത്ത് ടിവിയെ പരിചയപ്പെടുത്തിയെങ്കിൽ അതേ വിഡ്ഢിപ്പെട്ടികളുടെ മുന്നിൽ വിഡ്ഢികളെ പോലെ പോയിരുന്നിട്ട് ക്യാമറയ്ക്ക് മുന്നിലേക്ക് വന്ന് അഭിനയിച്ച് തകർക്കുന്ന നടീനടന്മാരുടെ അഭിനയ മികവ് കണ്ട് കണ്ണീരൊഴുക്കാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു മുസ്ലിം പെണ്ണ്. ആഗ്രഹം എന്താ? സ്വർഗത്തിൽ പോണം. കരയുന്നത് ടിവിയുടെ മുമ്പിൽ അഭിനയം കണ്ടിട്ട്. ഇന്ന് വരെ അത് കണ്ടിട്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടായോ? ഈ സിനിമയിലും സീരിയലിലും ഒക്കെ വലിയ കുടുംബക്കാരായി, നല്ല ഭാര്യയായി, നല്ല കാമുകിയായി, നല്ല മകളായി, നല്ല അമ്മയായി അഭിനയിച്ച് തകർക്കുന്ന ഈ സ്ത്രീകളുണ്ട്. അവരുടെയൊക്കെ യഥാർത്ഥ ജീവിതം ഒന്ന് എടുത്തു നോക്കേ. ഈ നടീനടന്മാരിൽ എത്ര പേർക്ക് സ്വസ്ഥമായിട്ടൊരു ജീവിതം നയിക്കാൻ പറ്റിയിട്ടുണ്ട്? നമ്മുടെ പെണ്ണുങ്ങളുടെ റോൾ മോഡലൊക്കെ അതാ. അവരെ പോലെ ജീവിക്കണം, അവരെ പോലെ ഡ്രസ്സ് ധരിക്കണം, അവരുടെ സ്വഭാവമായി മാറണം, അവരെ പോലെ കുടുംബ ജീവിതം നയിക്കണം, അവര് സ്നേഹിച്ചതുപോലെ ഭർത്താവിനെ സ്നേഹിക്കണം. അങ്ങനെ പോയാൽ സ്വർഗം കിട്ടുവോ? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ചിന്തിക്കണം. സ്വർഗത്തിലെ റാണിമാരാകാനാണ് കൊതിക്കുന്നതെങ്കിൽ അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് പോകുന്നവരുടെ പിന്നാലെ അണിനിരക്കാൻ കഴിയണം. ആ സ്വർഗത്തിലെ രാജ്ഞിമാരുടെ സ്വഭാവം നിങ്ങളിൽ ഉണ്ടാകണം. അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബ് നബിയുനാ മുഹമ്മദ് മുസ്തഫ, നബിയുനാ മുഹമ്മദ് മുസ്തഫ, നബിയുനാ മുഹമ്മദ് മുസ്തഫ
വിശുദ്ധമായ റബീഉൽ അവ്വൽ നമ്മിൽ നിന്ന് വിട പറഞ്ഞിട്ടില്ല സഹോദരങ്ങളെ. റബീഉൽ അവ്വൽ 12 കഴിഞ്ഞു കടന്നിട്ടുണ്ടാകാം, പക്ഷേ റബീഉൽ അവ്വൽ എന്ന മാസം കടന്നു പോയിട്ടില്ലല്ലോ. ഹബീബായ റസൂലിന്റെ പേരുള്ള ഇഷ്ടം കുറയാൻ പാടില്ല. സ്വലാത്തിന്റെ ശബ്ദം കൊണ്ട് ഈ അന്തരീക്ഷം മുഖരിതമാക്കപ്പെടണം. ചുറ്റുമൂല ഗ്രൗണ്ടിലെ ഓരോ മണ്ഡരികളും നാളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിൽ നമുക്ക് അനുകൂല സാക്ഷികളായി കടന്നു വരട്ടെ. അതിന് നമ്മൾ ചൊല്ലുന്ന സ്വലാത്തുകൾ കാരണമാകട്ടെ. നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഈ ഓരോ നിമിഷങ്ങളും നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ നമുക്ക് അനുകൂല സാക്ഷിയാകണം. ഓരോ ചെടികൊടികളും പടച്ചവന്റെ മുമ്പിൽ നമുക്ക് അനുകൂല സാക്ഷിയാകണം. ലോകത്തിന്റെ നായകനെ നബിയുനാ മുഹമ്മദ് മുസ്തഫ, കാരുണ്യത്തിന്റെ തിരുദൂതരെ നബിയുനാ മുഹമ്മദ് മുസ്തഫ, അല്ലാഹുവിന്റെ അന്ത്യപ്രവാചകരെ മുഹമ്മദ് മുസ്തഫ, ബദറിന്റെ നായകനെ മുഹമ്മദ് മുസ്തഫ, ഉഹദിലെ പോരാളിയെ മുഹമ്മദ് മുസ്തഫ, ഖന്തക്കിലെ തൊഴിലാളിയെ മുഹമ്മദ് മുസ്തഫ, സത്യത്തിന്റെ പോരാളിയെ മുഹമ്മദ് മുസ്തഫ, അധർമ്മത്തിന്റെ എതിരാളിയെ മുഹമ്മദ് മുസ്തഫ, ലോകത്തിന്റെ മുഴുവനും ഒത്തൊളിയെ മുഹമ്മദ് മുസ്തഫ, നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരുന്നു. പ്രിയപ്പെട്ട പെങ്ങളെ, എന്റെ പെങ്ങളെ, നിനക്ക് സ്വർഗ്ഗത്തിൽ പോകണോ? അതിന് സിനിമാ നടന്മാരുടെ പിന്നാലെ പോയിട്ട് കാര്യമില്ല പെങ്ങളെ. നെഞ്ചോടടച്ചു പിടിച്ച സ്കൂളിലേക്ക് കോളേജിലേക്ക് കൊണ്ടുപോകുന്ന നോട്ട്ബുക്കിന്റെ പുറം ചട്ടയിലും സിനിമാ നടിയുടെ പണം വേണമെന്ന് വാശി പിടിക്കുന്ന എന്റെ സഹോദരി, അതേ നിന്റെ മൊബൈലിന്റെ വാൾപേപ്പറിൽ പോലും സുന്ദരിയായ സിനിമാ നടിയുടെ പടമിട്ടിരിക്കുന്ന പ്രിയപ്പെട്ട പെങ്ങളെ, ഉറങ്ങാൻ കിടക്കുന്ന വീടിന്റെ അലമാരകളിലും നിന്റെ മുറിയുടെ ഭിത്തികളിൽ പോലും ഇഷ്ടപ്പെട്ട നടന്മാരുടെ പടമൊട്ടിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട പെങ്ങളെ, അവരുടെ സിനിമകളുടെ സീരിയലുകളുടെ പിന്നാലെ ആരാധനയോടുകൂടെ കടന്നു പോകുന്ന പെങ്ങളെ, സഹോദരി, നീ കൊതിക്കുന്നത് സ്വർഗമാണെങ്കിൽ സ്വർഗത്തിലെ റാണിയാകാൻ നിനക്ക് കഴിയണമെങ്കിൽ ആ സ്വർഗത്തിലെ രാജ്ഞിമാരുടെ പിന്നിൽ അണിനിരക്കാൻ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ നിങ്ങൾക്ക് കഴിയട്ടെ. അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം മദീനയുടെ മണൽപ്പരപ്പിൽ 4 വരകൾ വരയ്ക്കുകയാ. മദീനയുടെ മണലിലൂടെ ഹബീബായ റസൂൽ നീളത്തിൽ 4 വരി വരച്ചു. എന്നിട്ട് സഹാബത്തിനോട് ചോദിച്ചത് എന്താണെന്നറിയുമോ? സഹാബാക്കളുടെ മനസ്സിൽ മറക്കാതെ മാഞ്ഞു പോകാതെ ഓർമ്മകൾക്കിടയിൽ തളം കെട്ടി നിൽക്കുന്നതിന് വേണ്ടി 4 വരകൾ വരച്ച് കാണിച്ചു കൊടുത്തിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, സഹാബ, ഇതാ എന്താണെന്നറിയുമോ? സഹാബ, ഇല്ല റസൂലേ, ഞങ്ങൾക്കറിയില്ല ഹബീബേ. അവിടുന്ന് പരിചയപ്പെടുത്തുന്നു, സഹാബ, അഫ്ളലുൻ നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗത്തിലെ പെണ്ണുങ്ങളിൽ ഏറ്റവും മഹത്വമുള്ളത് 4 പേർക്കാ. സഹാബത്തിന്റെ മനസ്സിൽ നിന്ന് മായാതിരിക്കാൻ, മറന്നു പോകാതിരിക്കാൻ 4 വര വരച്ചു കൊടുത്തിട്ട് അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഹബീബ് പഠിപ്പിച്ചു കൊടുക്കുകയാ. അഫ്ളലുൻ നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗത്തിൽ പ്രധാനപ്പെട്ട 4 സ്ത്രീകളുണ്ടാകും സഹാബ. സ്വർഗത്തിലെ 4 പേർ, അവരാണ് സ്വർഗത്തിലെ രാജ്ഞിമാർ, അവരുടെ പിന്നിലാണ് സ്വർഗത്തിലെ റാണിമാർ. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട റസൂൽ വിവരിച്ചു കൊടുക്കുകയാ. സ്വർഗത്തിലെ രാജ്ഞിമാരായ 4 പേരാരെന്നറിയുമോ? അവിടുന്ന് പഠിപ്പിക്കുന്ന ഒന്നാമതായി എന്റെ പ്രിയപ്പെട്ട പത്നി ഖദീജ ബിൻത് ഖുവൈലിദ്, ഒന്നാമതെന്റെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജയാ സഹാബ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നീ കണ്ട സിനിമയിലെ നടിയെ പോലെയല്ല, നീ കണ്ട സീരിയലിലെ നടിയെ പോലെയല്ല, പ്രിയപ്പെട്ട ഭർത്താവിനോടൊപ്പം ജീവിതം നയിച്ച് ദീനുൽ ഇസ്ലാമിന് വേണ്ടി ത്യാഗങ്ങൾ സഹിച്ച് മക്കയിലെ ഏറ്റവും പണക്കാരിയായിരുന്ന ഖദീജ അവസാനം വഫാത്താകുന്ന സന്ദർഭത്തിൽ മക്കയിലെ പരമദരിദ്രയായി മരണപ്പെട്ട ഖദീജ
വഹിയിന്റെ ഭാരവുമായി ഹിറാ ഗുഹയിൽ നിന്ന് പനി വിറച്ചുകൊണ്ട് വിറയ്ക്കുന്ന ശരീരവുമായി വീട്ടിലേക്ക് ഓടി വരുന്നതായ മുത്ത് ഹബീബിനെ മൂടി പുതപ്പിച്ച് കിടച്ചിട്ട് എന്റെ പ്രിയപ്പെട്ട ഹബീബേ താങ്കൾ വിഷമിക്കേണ്ടുന്നതുണ്ട്. താങ്കൾ സർവഗുണ സമ്പന്നനല്ലയോ, താങ്കൾ പാവങ്ങളെ സഹായിക്കുന്നവരല്ലയോ, താങ്കൾ സൽസ്വഭാവത്തിന്റെ പൂർത്തീകരണമല്ലയോ, താങ്കൾ കുടുംബ ബന്ധങ്ങൾ ചേർക്കുന്നവരല്ലയോ എന്ന് പറഞ്ഞുകൊണ്ട് ഹിറാ ഗുഹയുടെ അന്ധകാരത്തിൽ നിന്ന് വഹീന്റെ വിശ്വബോധനത്തിന്റെ വെളിച്ചവുമായി വീടിന്റെ അകത്തളങ്ങളിലേക്ക് പേടിച്ച് വിയർച്ച് വിറച്ചുകൊണ്ടോടി വന്ന പ്രിയപ്പെട്ട പ്രിയമാരനെ മാറോടണച്ചു പിടിച്ചുകൊണ്ട് ജീവിതത്തിൽ ഹബീബായ റസൂലിന്റെ താങ്ങും തണലുമായി നിന്ന ലോകത്തെ ഏറ്റവും അത്ഭുതകരമായ ജീവിതത്തിന്റെ സായം സന്ധ്യകളെ സംഭവിച്ച മഹദിയായ ബീവി ഖദീജ റളിയല്ലാഹു അൻഹാ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, സ്വർഗ്ഗത്തിലെ രാജ്ഞിമാരിൽ ഒന്നാമതെന്റെ പ്രിയപ്പെട്ട ഖദീജ. പ്രിയപ്പെട്ട പെങ്ങളെ, നിനക്ക് കഴിയട്ടെ നിന്റെ ഭർത്താവിനോടൊപ്പം ഒരു ജീവിതം നയിക്കുമ്പോൾ സീരിയൽ നടിയെ പോലെ ജീവിക്കുകയല്ല പെങ്ങള്, സിനിമ നടിയെ പോലെ ജീവിക്കുകയല്ല പെങ്ങള്. മഹദിയായ ബീവി ഖദീജ റളിയല്ലാഹു അൻഹാ അഫ്ളലുൻ നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗ്ഗലോകത്തെ ഹൂറികളുടെ രാജ്ഞിയായ ബീവി ഖദീജ റളിയല്ലാഹു അൻഹയെ പോലെ ജീവിക്കാൻ പറ്റട്ടെ പ്രിയപ്പെട്ട പെങ്ങളെ. രണ്ടാമത് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്ന സ്വർഗ്ഗത്തിലെ രാജ്ഞിമാരിൽ രണ്ടാം സ്ഥാനം എന്റെ പ്രിയപ്പെട്ട പൊന്നുമകൾ ഫാത്തിമ ബിന്തു മുഹമ്മദ് മഹദിയായ ഫാത്തിമത്തു സഹ്റ ബത്തൂൽ റളിയല്ലാഹു അൻഹാ. പ്രിയപ്പെട്ട വാപ്പാനോടുള്ള കടമകടപ്പാടുകൾ പൂർത്തീകരിച്ച ദഅവത്തിന്റെ മാർഗ്ഗത്തിൽ പുറത്തേക്ക് ഇറങ്ങിപ്പെട്ട പ്രിയപ്പെട്ട പിതാവ് അതേ മക്കക്കാര് വലിച്ചെറിഞ്ഞ അവശിഷ്ടങ്ങളുടെ കൂമ്പാരങ്ങൾക്കിടയിൽ നിന്നും പൊട്ടിയൊഴുകുന്നതായ ദുർഗന്ധം വമിക്കുന്ന ഒട്ടകത്തിന്റെ കുടൽമാലയിൽ നിന്നും എഴുന്നേറ്റ് വന്ന പ്രിയപ്പെട്ട വാപ്പാന്റെ ശരീരത്തിലെ അഴുക്കുകൾ പിറക്കിക്കളഞ്ഞ് ആ വാപ്പാന് സമാധാനം പകർന്നു കൊടുത്ത പ്രായപൂർത്തിയായും മരണം വരെയും അന്യനായ പുരുഷന്റെ മുമ്പിൽ ഒരിക്കലും സൗന്ദര്യത്തിന്റെ പ്രദർശനം നടത്തിയിട്ടില്ലാത്ത മഹദിയായ ബീവി ഫാത്തിമത്തു സഹ്റ ബത്തൂൽ റളിയല്ലാഹു അൻഹാ സ്വർഗ്ഗലോകത്തെ രാജ്ഞിയാണെന്ന് മുഹമ്മദ് മുസ്തഫ മൂന്നാമത് ഹബീബായ റസൂൽ പഠിപ്പിക്കുകയാ. ആസിയ ബിന്തു മുസാഹിബ്, മഹദിയായ ആസിയ റളിയല്ലാഹു അൻഹാ ഈമാനിന്റെ സംരക്ഷണത്തിന് വേണ്ടി ത്യാഗങ്ങൾ അനുഭവിച്ച ആസിയ സാഹചര്യങ്ങൾ മുഴുവനും തനിക്കെതിരായിട്ടും ഭരണകൂടം തനിക്കെതിരായിട്ടും എല്ലാവരും തനിക്കെതിരായിട്ടും ഈമാനിനെ വലിച്ചെറിഞ്ഞ് കളയാതെ ഈമാനിനെ അക്ഷരാർത്ഥത്തിൽ ഹൃദയാന്തരങ്ങളിൽ മുറുകെ പിടിച്ചുകൊണ്ട് പടച്ച തമ്പുരാന് വേണ്ടി ജീവിതം നയിച്ച മഹദിയായ ബീവി ആസിയ റളിയല്ലാഹു അൻഹ എന്ന് മുഹമ്മദ് മുസ്തഫ അവസാനം അവിടുന്ന് പഠിപ്പിക്കുന്നു സ്വർഗ്ഗത്തിലെ രാജ്ഞിയാരാ? അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാണ് വമറിയം അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയാ വമറിയം ഇബ്നത്ത് ഇമ്രാനിന്റെ മകൾ മറിയം അലൈഹിസ്സലാം പരിശുദ്ധിയുടെ പൂർത്തീകരണമായ സ്വഭാവ ശുദ്ധീകരണത്തിന്റെ മകുടോദാഹരണമായ അന്യനായ പുരുഷന്റെ കരസ്പർശനം ജീവിതത്തിൽ ഒരിക്കലും ശരീരത്തിലെത്തിയിട്ടില്ലാത്ത മഹദിയായ മറിയം ബീവി അലൈഹിസ്സലാം ഇവർ 4 പേരുമായിരിക്കും സ്വർഗ്ഗത്തിലെ രാജ്ഞിമാരെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവരുടെ പിന്നിലാണ്, ഈ രാജ്ഞിമാരുടെ പിന്നിലാണ് റാണിമാരായ പെണ്ണുങ്ങൾക്ക് ഒന്നുചേരാൻ കഴിയേണ്ടത്. സഹോദരിമാരെ, ഇവരുടെ പിന്നിൽ അണിനിരക്കേണ്ടവരാണ് നാം. ഖദീജ റളിയല്ലാഹു അൻഹയുടെ പിന്നിൽ, ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ പിന്നിൽ, ആസിയ റളിയല്ലാഹു അൻഹയുടെ പിന്നിൽ, മറിയം റളിയല്ലാഹു അൻഹയുടെ പിന്നിൽ ഭർത്താവിനോടുള്ള കടമ പൂർത്തീകരിച്ച, പിതാവിനോടുള്ള കടമകൾ പൂർത്തീകരിച്ച, പാതിവൃത്യത്തിന്റെ പ്രതീകമായി അല്ലാഹു നമ്മ പൊന്നുമോനെ പോറ്റി വളർത്തിയ പ്രതികൂലമായ സാഹചര്യങ്ങളിലൊക്കെയും ഈമാനിൽ അടിയുറച്ചു നിന്ന ഈ ധീര വനിതകളുടെ പിന്നിൽ അണിനിരക്കുന്നവർക്കാണ് സ്വർഗത്തിലേക്ക് കടക്കാൻ പറ്റുന്നത്. സീരിയല് കണ്ടിട്ട് എന്താ നേട്ടം?
എത്ര പേർക്ക് അതിൽ പരിശുദ്ധതയും പാതിവൃത്യവും അവകാശപ്പെടാൻ സാധ്യമാകും? മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹ ഭർത്താവിന്റെ കീഴിൽ അനുസരണയോടുകൂടി ജീവിച്ചു. ഫാത്തിമ റളിയല്ലാഹു അൻഹ വാപ്പയുടെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ട് ജീവിച്ചു. മറിയം റളിയല്ലാഹു അൻഹ ശരീരത്തിന്റെ പാതിവൃത്യം കാത്തു സൂക്ഷിച്ച് തന്റെ മകനെ പോറ്റി വളർത്തി. ആസിയ റളിയല്ലാഹു അൻഹ പീഡനങ്ങൾ അതിജീവിച്ചുകൊണ്ട് വിശ്വാസത്തെ മുറുകെ പിടിച്ചു. എന്നാൽ എന്റെ സഹോദരിമാരെ, സ്വർഗത്തിൽ പോകണമെങ്കിൽ ഇവരുടെ പിന്നിൽ അണിനിരക്കണം. എന്നാൽ നമ്മുടെ പെണ്ണുങ്ങൾ അണിനിരക്കുന്ന ഇന്നത്തെ സിനിമാ സീരിയൽ നടീനടന്മാർക്ക് എന്തു യോഗ്യത പറയാനുണ്ട്? സിനിമയിലും സീരിയലും നല്ല ഭാര്യ, നല്ല ഭർത്താവ്. എന്നാൽ യഥാർത്ഥ ജീവിതത്തിലോ എത്ര പേർക്ക് എന്തൊക്കെ സാധിച്ചിട്ടുണ്ട്? അവരെയൊക്കെ കണ്ടിട്ടല്ലേ എന്ത് അഭിനയവ, എത്ര നല്ല ഭാര്യ, എത്ര നല്ല മകൾ. എന്നാൽ ഇതിൽ എത്ര പേർക്ക് ഈ അഭിനയിച്ചത്, എത്ര പേരുടെ കുടുംബജീവിതം സ്വസ്ഥമായിട്ട് പോയിട്ടുണ്ട്? എത്ര പേർക്ക് ഒരു നല്ല ജീവിതം അവകാശപ്പെടാനുണ്ട്? ചിലരൊക്കെ ഒരു ഭർത്താവ്, 2 ഭർത്താവ്, 3 ഭർത്താവ്, 4 ഭർത്താവും കഴിഞ്ഞ് 5ാമത്തെ ഭർത്താവിനോടൊപ്പം ജീവിക്കുന്നവരെയുണ്ട്. നമ്മുടെ സഹോദരിമാരിന്ന് സീരിയലിൽ അവരെ കാണാൻ വേണ്ടിയിട്ട് ആ കണ്ണു മിഴിച്ച് ഇങ്ങനെ കൊതിച്ചിരിക്കുക. സഹോദരിമാരൊക്കെ മനസ്സിൽ താലോലിച്ച് നടന്നു വന്നു. കാവ്യ മാധവൻ എന്ന് പറഞ്ഞാൽ വല്ലാത്ത തല്ലവയാ. വല്ലാത്ത ഒരു സ്നേഹവാ. എന്തുണ്ടായി? എന്നാലും അവളാ പണി കാണിച്ചല്ലോ. എത്ര ഒരു ദീനിന്റെ സദസ്സിലൊന്നും ആ പേരുകൾ ഇങ്ങനെ എണ്ണി പറയാൻ പറ്റാത്തോണ്ടാ, അല്ലെങ്കിൽ എണ്ണി നമുക്ക് ഇവിടെ പറയാമായിരുന്നു. കൃത്യമായി കുടുംബജീവിതം ഇവർക്കൊന്നും നയിക്കാൻ പറ്റിയിട്ടില്ല. ക്യാമറയ്ക്ക് മുന്നിലേക്ക് വന്ന് ശരീരത്തിന്റെ പല ഭാഗങ്ങളും തുറന്നു കൊടുക്കും. പണം കിട്ടുമെങ്കിൽ ഏത് ചുടുചുംബന രംഗവും അഭിനയിക്കാൻ തയ്യാർ. ഇവരെ പോലെ ജീവിക്കാൻ ശ്രമിച്ചിട്ട് സ്വർഗത്തിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ നടക്കുവോ? എന്റെ സഹോദരിമാരെ ചിന്തിക്കണം. നടക്കുവോ? അങ്ങനെ വിചാരിച്ചാൽ നടക്കുവോ? പോകേണ്ടത് സ്വർഗത്തിൽ, അണിനിരക്കുന്നത് മറ്റാരുടെയോ പിന്നില.